ഹലോ കുക്ക് വിത്ത് സം ടോപ്പിക്സ്. ഞാനാണെങ്കിലേ കുറച്ച് നാള് മുമ്പേ ഒരു പോസ്റ്റർ കണ്ടു. ആൻഡ് ലെറ്റ് മീ ഷെയർ സംതിങ് വിത്ത് യു അബൌട്ട് ദിസ്. പക്ഷേ കൂട്ടത്തില് ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് ഈ കക്കാശികളെ റെഡിയാക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പലപ്പോഴും നമ്മുടെ സന്തോഷത്തിന്റെ താക്കോല് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാറുണ്ട്. അവർ മാറിയാൽ ഞാൻ സന്തോഷിക്കും, അവർ എന്നെ മനസ്സിലാക്കിയാൽ എനിക്ക് സമാധാനം കിട്ടും. പക്ഷെ ഒരു സത്യമുണ്ട്, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്, അല്ലേ? അതിന്റെ അർത്ഥം ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാം എന്നല്ല, പക്ഷെ അതിനോട് എങ്ങനെ പ്രതികരിക്കാം, ആർക്കൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടം നൽകേണ്ടത്, എവിടെയാണ് മതി എന്ന് പറയേണ്ടത്, എപ്പോഴാണ് സഹായം തേടേണ്ടത്, ഇവയെല്ലാം നമ്മുടെ തിരഞ്ഞെടുപ്പുകളാണ്. നിങ്ങളെ നിരന്തരം തളർത്തുന്ന ഒരു ബന്ധമാണെങ്കിൽ അത് കുടുംബമായാലും സൗഹൃദമായാലും പ്രണയമായാലും നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കാൻ ബൗണ്ടറീസ് വെക്കുന്നതിൽ തെറ്റില്ല. കാരണം മറ്റുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകാം, പക്ഷേ നിങ്ങളുടെ മനസ്സിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടേത് മാത്രമാണ്. പലരും കരുതുന്നത് ബന്ധം നിലനിർത്തുക എന്നതാണ് ഏറ്റവും വലിയ ഗുണമെന്ന്. പക്ഷെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു ചെടിക്ക് ദിവസവും വിഷം ഒഴിച്ചാൽ അത് വളരുവോ? ഇല്ല. അതുപോലെ തന്നെയാണ് മനുഷ്യ മനസ്സും. ഒരു ബന്ധത്തെ നിരന്തരം അപമാനിക്കുകയാണെങ്കിൽ, നിങ്ങളെ വില കുറച്ച് കാണുകയാണെങ്കിൽ, നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുകയാണെങ്കിൽ, ഓരോ ദിവസവും നിങ്ങളെ ഭയത്തിലും കുറ്റബോധത്തിലും ജീവിക്കാൻ നിർബന്ധിക്കുകയാണെങ്കിൽ, അത് ഒരിക്കലും സ്നേഹത്തിന്റെ ഭാഷയല്ല. ടോക്സിസിറ്റി എന്നൊക്കെ പറയുമ്പം ശരിക്കും സ്നേഹം നിങ്ങളെ നിയന്ത്രിക്കുവോ? ഇല്ല. സ്നേഹം നിങ്ങളെ ചെറുതാക്കുവോ? അതുമില്ല. സ്നേഹം നമ്മളുടെ തന്നെ മൂല്യം മറക്കാൻ ഒരിക്കലും അനുവദിക്കില്ല. അതുകൊണ്ടാണ് ചില ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നത്. ചിലപ്പോൾ ആർക്കും ആരോടും വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല, അവര് സ്വയം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. എപ്പോഴും ബൗണ്ടറീസ് വെക്കുന്നത് ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല? എന്നാൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും വിഷമുള്ള ബന്ധമൊന്നുമല്ല. തെറ്റിദ്ധാരണകൾ സംസാരിച്ച് പരിഹരിക്കാവുന്നിടത്ത് സംസാരിക്കുക, മാറ്റത്തിനുള്ള അവസരം ഉണ്ടെങ്കിൽ അത് നൽകുക. പക്ഷെ ആവർത്തിച്ച വേദനകൾ മാത്രം ലഭിക്കുന്നിടത്ത് സ്വന്തം സമാധാനം തിരഞ്ഞെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഒരു ആഡംബരമൊന്നുമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ കൂടിയാണ്. നമ്മളെ സംരക്ഷിക്കേണ്ട ആദ്യത്തെ വ്യക്തി നമ്മൾ തന്നെയാണ്, അല്ലേ? ഇത് ചിലർക്കെങ്കിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക.